ദൈവത്തിന് സ്തുതി. ജീവവചനത്തിലേക്ക് സ്വാഗതം. 1 പത്രോസ് 2:20-21 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടാണല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന പത്രോസ് ശ്ലീഹ കർത്താവിൻ്റെ കഷ്ടതകൾ കണ്ടിട്ടുള്ളയാളും കർത്താവിനു വേണ്ടി അനേകം കഷ്ടതകൾ സഹിച്ചിട്ടുള്ള ആളുമാണ്. ആദിമസഭ പീഡനങ്ങളുടെ തീച്ചുളയിലൂടെ കടന്നുപോയപ്പോൾ കഷ്ടതയെക്കുറിച്ചുള്ള ക്രിസ്തീയ സമീപനം എന്തെന്ന് വ്യക്തമാക്കുവാനും കഷ്ടതയിൽ തളരാതിരിക്കാനുമുള്ള പ്രബോധനമാണ് പത്രോസ് ശ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നൽകുന്നത്. കഷ്ടതകൾക്ക് അതിൽ തന്നെ മൂല്യമില്ലെങ്കിലും നന്മ മൂല്യമായതിനാൽ നന്മയ്ക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടതകളും അമൂല്യമാണ് എന്ന തിരിച്ചറിവാണ് ഈ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുമിശിഹ നമ്മെ വിളിക്കുമ്പോൾ അത് സുഖലോലുപതയിലേക്കുള്ള വിളിയല്ല, കഷ്ടത സഹിക്കുവാനുള്ള ഒരു വിളിയാണ് ക്രിസ്തീയ ജീവിതം. സഹനത്തിൻ്റെ വഴികളിലൂടെയാണ് ക്രിസ്തു സഞ്ചരിച്ചത്. ഭൂതമുള്ളവൻ, ഭ്രാന്തുള്ളവൻ, തീനിയും കുടിയനും പാപികളുടെ സ്നേഹിതനുമായവൻ എന്നിങ്ങനെയുള്ള ആക്ഷേപ പരിഹാസങ്ങൾ കർത്താവിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മഹാപുരോഹിതന്മാരുടെ മുമ്പിലെ വിചാരണയിൽ പോലും സാധാരണ ലഭിക്കേണ്ട നീതി പോലും ലഭിച്ചിട്ടില്ലാത്ത നമ്മുടെ കർത്താവായ യേശുമിശിഹ, ചിലർ അവൻ്റെ മുഖത്ത് തുപ്പി, ചിലർ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലർ കരണത്തടിച്ചു, മുള്ളുകൊണ്ടുള്ള കിരീടം അവനെ ധരിപ്പിച്ചു, ചാട്ടവാറുകൾ നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരുന്നു, വസ്ത്രം പോലും ചീട്ടിയിട്ടെടുത്തു. ക്രൂശിലെ കൊടിയ വേദനകൾ നമുക്ക് വേണ്ടി സഹിച്ചു. മാക്സ് ലുക്കാഡോ എന്ന എഴുത്തുകാരൻ പറഞ്ഞു: ക്രിസ്തുവിനെ ക്രൂശിനോട് ചേർത്ത് നിർത്തിയത് ഇരുമ്പാണികളുടെ കരുത്തല്ല, മറിച്ച് മനുഷ്യവർഗത്തോടുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്ന്. നമ്മോടുള്ള സ്നേഹവും പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനുള്ള അദമ്യമായ ആവേശവും ഒത്തുചേർന്നപ്പോൾ സഹനത്തിൻ്റെ ഉദാത്തമായ മാതൃക യേശു ക്രിസ്തുവിലൂടെ ലോകത്തിന് ലഭിച്ചു. ഈ മാതൃക തന്നെയാണ് നാമും പിന്തുടരേണ്ടത്. ലോറി ബെത്ത് യാനസ് എഴുതിയ ജീസസ് ഇൻ ബ്ലൂ ജീൻസ് എന്ന പുസ്തകം യേശുവിൻ്റെ ജീവിത മാതൃകകളിലൂടെ നമ്മുടെ ജീവിതത്തിന് മാർഗദീപം നൽകുന്ന ഒരു പുസ്തകമാണ്. യേശുവിൻ്റെ സവിശേഷതകളിൽ ഒന്നായി ഇതിൽ എടുത്തു കാട്ടുന്നത്, അവൻ നിർണായക നിമിഷങ്ങളിൽ പിന്മാറിയില്ല. ഞാനത് തിരിച്ചെടുക്കുന്നു, നിങ്ങളെല്ലാവരുമായിരുന്നു ശരി. ജനപ്രീതി ഭ്രമത്തിൽ അകപ്പെട്ട നസറേത്തിൽ നിന്നുള്ള വെറുമൊരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ അമ്മയെയും സുഹൃത്തുക്കളെയും കൂട്ടി ഞങ്ങൾക്കെല്ലാവർക്കും വീട്ടിലേക്ക് പോകാമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞ് കുരിശിൽ കയറാതെ യേശുവിന് മാറിപ്പോകാമായിരുന്നു. എന്നാൽ ലോകത്തിൻ്റെ നന്മയ്ക്കായി പിതാവിൻ്റെ ഹിതം പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുവാൻ യേശു തയ്യാറായി. ഇതാണ് ക്രിസ്തുവിൻ്റെ മാതൃക. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്: നമ്മുടെ സഹന വഴികളിൽ നാം ഒരിക്കലും തനിച്ചല്ല. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സഹനത്തിലൂടെ നന്മയുടെ ഉയർപ്പ് സാധ്യമാക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മോടൊപ്പമുണ്ട്. എന്തു വന്നാലും നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ പഴിക്കാണ്ട്, നമ്മുടെ ജീവിതത്തെ സ്വയം കുറ്റപ്പെടുത്താതെ ദൈവത്തിൽ ആശ്രയിച്ച് ആ സഹനങ്ങളെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ദൈവിക സ്നേഹം പകർന്നു നൽകുവാനുമുള്ള അവസരമായിട്ട് കാണുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ കുരിശോടുകൂടെ ചേർത്ത് വെച്ച് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാനും മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുവാനും മറ്റുള്ളവരുടെ വേദനകളെ അകറ്റുവാനും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഈ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.